ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ യമ ഗെയിംസ്. ഞാൻ പോക്കിമോൺ എമറാൾഡ് ഹൈപ്പറിൻ്റെ സെക്കൻഡ് എപ്പിസോഡുമായി ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും എന്നെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും മനസ്സിലാക്കുന്നു. ഇനി ഇതാ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, ആൻഡ് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇനിയുള്ള ഇതേപോലത്തെ വീഡിയോകൾക്കുമായി എന്തായാലും ചെയ്യണം, മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പെറ്റലോൺ സിറ്റിയിൽ നിന്ന് ഇനി അതിൽ നിന്ന് ഇപ്പോൾ അടുത്ത സിറ്റിയിലേക്ക് നമ്മൾ ഫസ്റ്റ് ജിം മാച്ച് ഉള്ള സിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ പോയോണ്ടിരിക്കുന്ന വഴിയാണ് അതാര് ലേഡീസ്. നമ്മളിതപ്പോൾ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് മാച്ച്. നമ്മളൊരാൾ വെറുതെ കൊണ്ട് NCPകൾ വെറുതെ ഇങ്ങനെ ഫൈറ്റ് എടുക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ വരിക. അതാണ്ട ഫോൺ ബാക്കാണ് എൻ്റെ ഫോൺ ഗസ് എന്ന് പറഞ്ഞിട്ട് പോക്കിമോൺ അയച്ച് വെറുതെ ആണെങ്കിലും ഗ്രാസ് ടൈപ്പ് പോക്കിമോണൊക്കെയാണ്. നമ്മളെ അടുത്താണെങ്കിൽ കിങ് ഉണ്ട്, ചാർമൻഡർ. ഏത് ഗ്രാസ് ടൈപ്പ് പോക്കിമോണിന് ഒറ്റയടിക്ക് കൊല്ലുന്ന കിങ് ഒറ്റയടിക്ക് കൊന്ന് വേഗം. പക്ഷേ പാരലൈസ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഈ ഗെയിമിൽ ഇത് വേറെ സ്പെഷ്യലാണ്. അവിടെ പാരലൈസ് ഒരു ബാറ്റിലേക്ക് കിട്ടിയാൽ അത് നമ്മൾ ഹീൽ ചെയ്യണ വരെ അത് പോയി, അത് അവിടെ തന്നെ നിൽക്കും. അതിപ്പോൾ അതെന്ത് ആരാ റോണ്ട് പ്രൊഫസറോക്ക് ഇയാളിതാ പ്രൊഫസറോക്ക് ഇതാ നമ്മളെ അടുത്ത് വന്നിരിക്കണം. ആളെന്തത് പക്ഷേ ആദ്യം ഇയാൾ വരണ്ടേ എന്ത് ഹിറ്റീസ് ഇതെന്ത് ഇയാൾ ഒരാളെ വഴി കൂടി പോണാൽ ആരെ തടഞ്ഞു വെച്ചിട്ട് പോവരുത്. എന്താണ് നമ്മൾ ചെറിയ കുട്ടി എന്നിട്ട് ആകെ 3 പോക്കിമോണെ പിടിച്ചുള്ളൂ. എന്തിനാണ് മറ്റുള്ളവർ പ്രൊഫസർ ബിച്ച് കൊടുത്താന്ന് ബെറിച്ച് കൊടുത്താന്ന് അതൊക്കെ എന്താ ബ്ലൂ എന്താ ബ്ലൂ എന്ത് നമ്മളോട് ചൂസ് ചെയ്യാൻ പറയല്ലേ. ഓ നമുക്കൊരു പോക്കിമോണൊക്കെ തന്നിട്ടുണ്ട്. ഈവിയാണ് തന്നിക്കണ സ്പെഷ്യൽ ഈവി. എന്താ നമുക്കിപ്പോൾ നിക്ക് നെയിം കൊടുക്കുക, വിരു എന്ന് കൊടുക്കാം. വിരു ഈവിയുടെ പേരാണ് വിരു. നമ്മളിതാ ഈവിക്ക് പേര് വിരു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ പ്രൊഫസർക്ക് പറയാം വേൾഡ് എന്തൊക്കെയാണ് താൻ പറഞ്ഞ് എന്നിട്ട് പോയി കൊടുത്തിട്ടാ. അതെന്താ ഇതിലെന്താ വഴിയുണ്ടല്ലോ. അവിടെന്താ വഴി അവിടെന്താ എവിടേക്കുള്ള അത് റൂട്ട് ഫോറിക്കുള്ള വഴിയാ. എല്ലായിടത്തും വഴിയുണ്ടല്ലോ. അത് എന്താ കാണണ്ട ഫോൺ ബാക്ക് ഫോണ് വേറൊരു നല്ല പോക്കിമോണും വരണില്ല. ഒക്കെ ആണെങ്കിൽ പോക്കിമോൺ ഏതെങ്കിലും ക്യാച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒക്കെ വരണ ഈ ഗ്രാസ് ടൈപ്പ് ഇതേപോലത്തെ പാരസ് ഇതൊക്കെ തന്നെ. അല്ലെങ്കിൽ നല്ല പോക്കിമോൺ ഇടക്കാണെങ്കിൽ ഒരു നേരത്തെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ഇതിൽ തന്നെ എപ്പിസോഡ് എനിക്ക് ടോട്ടലായിൽ വന്ന് അതാണെങ്കിലൊക്കെ പിടിക്കാനും പറ്റിയില്ല പോയത്. ഇതെന്ത് ബക്കേച്ചർ അമ്മമാർക്ക് കാറ്റർബി ഗായ്സ്. ഞാനിത് എന്തൊക്കെയാണ് കാണും. ഞാൻ എമറാൾഡ് പല വെർഷനും കളിച്ചില്ല. അത് ഈ ക്യാപ്റ്റർബി ഒന്നും വരുന്നതായിട്ട് നമ്മൾ അധികം കാണാറ് തന്നെ ചെയ്യുക. NCPകളിൽ പോലും ക്യാപ്റ്റർബി ഒന്നും ഉപയോഗിക്കാറില്ല. വേറെ ലെവലാണ് കേട്ടോ. അതാ മെറ്റപ്പോഡ് എന്താണിത് മെറ്റപ്പോഡ് ക്യാപ്റ്റർബി വേറെ ലെവല്. കിങ്ങിന് FP ഫാർമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിരു നല്ല പോക്കിമോണാന്ന് തോന്നുന്നു. വീടല്ല വേറെ ലെവല്. ഇതെന്താണ് കുറച്ചെങ്കിലും വെറൈറ്റി ഒക്കെ കൊണ്ടുവരാ. എന്താണ് ഈ ഉമ്മാരെ മാത്രമേ ഉള്ളൂ. പിന്നെ വിരു ലെവലപ്പ് ആയിട്ടുണ്ട്. ഇൻപോഡ് വിരു നരഞ്ഞ ലാസ്റ്റ് പോക്കിമോണ അതാ. കക്കൂന വേറെ ഒന്നും ഇല്ല അല്ലേ. സത്യമായിട്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്കേച്ചറ നമ്മൾക്ക് ആകെ $128. ഓ ഗായ്സ്, നമ്മളെ വിരുതായി ഇവോൾവ് കിങ് ഇതായി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. കിങ് ഇവോൾവായി ചാർമൻഡറിൽ നിന്ന് 4 മില്യണിലേക്ക് പോയി. കിങ് ഒന്നും കൂടെ പവർഫുള്ളായി. കിങ് എന്താന്ന് കാണിച്ചെടുക്കാൻ വേണ്ടി ഇവോൾവ് ആയിരിക്കുന്നു ഗായ്സ്. ഇനി കിങ്ങിൻ്റെ ഭരണം തുടങ്ങും. കിങ്ങാണ് കിങ്. എവിടേക്ക് നമ്മൾ പോകും? അതെവിടെയൊക്കെയാണ് മറ്റേ എമറാൾഡിൻ്റെ ഞാൻ വേറെ കളിച്ചുള്ള വെർഷനിൽ നിന്ന് സ്ഥലങ്ങൾ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. സ്പിന്നറാക്കാം. വേറെ ഒരു പോക്കിമോണും ഇല്ലേ. വേറെ പോക്കിമോണൊന്നും ഇല്ലാതെ കൊണ്ടിട്ടുണ്ട്. അതാരാ ഹലോ എന്ത് ഷൂമിഷ അതെന്ത് പെറ്റൽബോർഗ് പൊടിച്ച് ഗായ്സ് നമ്മളിതാ നമ്മൾ ആദ്യത്തെ വില്ലനെ എൻഡിങ് കോൺട്രി ചെയ്തൊക്കെയാണ്. നമ്മളെ ഗെയിം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വില്ലനാണ് കേട്ടോ.
ആരാ ടീം ആക്കുകയാണ് നമ്മൾ ആദ്യത്തെ വില്ലൻ എൻകൗണ്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ടീം ആക്കുക ഗ്രൂണ്ട പൂച്ചയാന. ആ പൂച്ചയാനയാണ് അവൻ്റെ പോണ്. ആ പാരലൈസ് ആയ കാരണം പറ്റിയ കിങ്. ഇതെന്താണ് ഇത്? നല്ല ടഫ് ഗെയിമാണ് കണ്ടാ. അതാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും പോലെ സ്റ്റാറ്റസ് എഫക്റ്റ് കിട്ടിയാൽ അത് നമ്മൾ ഗെയിം കളിച്ച് ആ മാച്ച് കഴിഞ്ഞാൽ ആ പോവാറാണ്. ഇത് പോണില്ല. ഇത് അവിടെ തന്നെ കിടക്കുക. ഇനി നമ്മളായിട്ട് ഒന്നെങ്കിൽ ഹീൽ ചെയ്യണം. മറ്റേ നമ്മൾ ടീം ആക്കാൻ്റെ ആളെ കൊന്നുണ്ട്, തീർത്തുണ്ട്, അവനെ തോപ്പിച്ച് കളഞ്ഞു. ഓഞ്ഞ് റെസ്റ്റോറ ഫ്രിഡ്ജിൽ നമ്മളെ കാണാനാണ്. അവിടെ എന്തോ വലിയ ജോലി ഉണ്ട്. നമുക്ക് ഗ്രേറ്റ് ബോൾ കിട്ടിയിട്ടുണ്ടേ. പിന്നെ രക്ഷിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടായാലോ. എന്ത് റെസ്റ്റോറയിൽ എന്തോ ഉണ്ട്. ക്രൈസ് എന്താ അവനോട്ടായ അവന് കുറേ സംസാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയത്. അതെന്ത് സ്കോട്ടാ അതിൻ്റെ പോക്കിമോണാ? കണ്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ പോക്കിമോ. അവിടെ ഏതാ ഇതിഞ്ഞ് എങ്ങോട്ടാ ഇതെന്താ ഫ്ലെക്സ് എടുക്കണം, പിടിക്കണം. വേണ്ട. പിന്നെ ഇതിനേക്കാളും കിട്ടും നല്ല എന്താ ഒരു എസ് അറ്റാക്ക് നമുക്ക് പ്ലസ് ആക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ ഗ്രീൻ ഹെയർഡ് ടീം. ഇതെന്ത് ഇയാളെ ഈ പറയണൊക്കെ എന്തിപ്പോൾ ബോണ്ട എന്തൊക്കെ ഇയാളീ പറയണേ? ശണ്ടേരാട്ടെ പാരസ് അതൊക്കെ തന്നെയുള്ളൂ. വേറെ നല്ല പോക്കിമോണൊന്നും ഇല്ലേ സത്യമായിട്ടും? എന്താണിത്? വേറെ നല്ല പോക്കിമോണൊന്നും ഇല്ല ഇവിടെ. എന്താ ബ്ലിപ്പ് ബഗ്ഗാ? അതെന്ത് പോക്കിമോൺ? ബഗ് എന്തൊക്കെ സാധനങ്ങളാണിത്? പിന്നെ അത് പിന്നെയും വന്നിട്ട് ആ സാധനം ബഗ് ഞാൻ കണ്ടിട്ടുണ്ട് തോന്നുന്നു. വേറെ ഈ ബഗ് ടൈപ്പ് മാത്രം. ഇതെന്ത് ബഗ് ടൈപ്പിൻ്റെ എന്തെങ്കിലും കൂടാരാ? വേറൊന്നും ഇല്ലേ? പിന്നെ അടുത്ത സേഡൻ വേറെ ഒന്നും ഇല്ല. അതാ അവിടുന്ന് പുറത്ത് വന്നിട്ടുണ്ട് അവസാനം. ഈ ബെറീസൊക്കെ ഇങ്ങോട്ട് എടുത്തേക്കാം, ഓറഞ്ച് ബെറീസൊക്കെ. അതെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അടുത്ത് ബാഗ് ഇടറേ കേൾക്ക. ഇതെന്തിനാണ് ഇങ്ങനെ കുറേ എത്ര പറയണേ? ജസ്റ്റ് അങ്ങോട്ട് ഇടുക അത്ര. കുറേ കാര്യങ്ങൾ എന്തിനാണ് ഡയലോഗ്സ് ഇതിന്? വേണ്ട ബെറീസ് എന്ത് അപ്പോൾ പോക്കിമോൺ ഹെൽപ്പ്. എന്ത് പോക്കിമോണ് ഹെൽപ്പ് ചെയ്യുക? ഇവനായിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു TM40 ആണ്. എന്താണത്? എന്ത് സാധനമെങ്കിലും ആവട്ടെ, നോക്കണം കുറച്ച് നേരം കഴിഞ്ഞാൽ. എന്ത് പ്രട്ടി ഇവിടെ സംസാരിച്ച് നോക്കിയാൽ എന്തെങ്കിലും കിട്ടിയാലോ? എന്തെങ്കിലും ബെറീസിനെ പറ്റി ഞങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ്. വെറുതെ എന്തെങ്കിലും മച്ചാനെ പോലെ എന്തെങ്കിലും കിട്ടിയാൽ നല്ലതല്ലേ ഫ്രീ ആയിട്ട്? ഒന്നും അതന്നെ വേൾഡ് ഫില്ല് ചെയ്യാൻ എന്ത് ഇത്രയും നേരം സംസാരിച്ച് ഒന്നും തോന്നിയില്ല. എന്ത് സ്വഭാവമാണ് സാധനം? ഞാൻ അവനെ ഒഴിവാക്കി പോകാമെന്ന് വിചാരിച്ച. പിന്നെ ഒക്കെ ഈ NCPകൾക്ക് എന്താണ്? എന്തായാലും കുറച്ച് SP എങ്കിലും കിട്ടുക. ഇതെന്ത് ചിങ്ക്ലിങ്? അതെന്ത് സാധനം? അത് ഞാൻ കണ്ടിട്ടുണ്ട് പോകുന്നു. പിന്നെ ചിങ്ക്ലിങ്ങാ? എന്ത് ചിങ്ക്ലിങ്? പാരാലൈസ്. ഇതെന്താണ്? വേഗം സിറ്റി പോയിട്ട് അങ്ങനെ ഹീൽ ചെയ്യണം. അല്ലെങ്കിൽ മൊത്തം കളി തീരെ പറ്റണം തന്നെ അയ്യാ. സത്യമായിട്ടും പറ്റണില്ല. $2000 വേറെ ലെവലായി. അവനായിട്ട് ഫൈറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഗുണം കിട്ടി, അത് വേറെ കാര്യം. ഫൈറ്റ് ഇത് വേറെ ആരാല്ല ശരി പോപ്പുലർ പാൻബർ. അത് നല്ല ഞാൻ എപ്പോഴും കാണാറുള്ള പോക്കിമോൺ അധികമില്ല. എന്തായാലും പാൻബർ ഒറ്റ ഡ്രാഗൺ വീട്ടി അങ്ങോട്ട് കൊന്നുണ്ട്. ഇനി അടുത്ത പോക്കിമോൺ ഏതാ? ഡെവി സ്പൈഡർ. അതെന്ത് പോക്കിമോൺ? ഡെവി സ്പൈഡർ അല്ലാതെ എന്തോ ഇൻഫെക്ഷനാ? എന്ത് പുതിയ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ? ഇതെന്ത്? വാട്ടർ ഗണ്ണ്. വന്മാരൊക്കെ എന്താണ് വാട്ടർ ഗണ്ണ്? ഡെവി സ്പൈഡർ ഞാൻ വിചാരിച്ച പോലെ പൊങ്ങുമോൻ എല്ലാം തോന്നുന്നു. വാട്ടർ ഗണ്ണൊക്കെ ഉപയോഗിക്കണം. എന്താണ് വാട്ടർ ഗണ്ണി? നമ്മളെപ്പോഴും പ്രശ്നമാണ് നമ്മളെ കിങ്ങിന്.
കിങ്ങിന് വാട്ടർ ടൈപ്പ് പോക്കിമോൺ ആകെ 120 തന്നുള്ളൂ. ഇങ്ങനാണെങ്കിൽ ഇപ്പോഴും വാട്ടർ ടൈപ്പ് പോക്കിമോൻ്റെ എതിരെ പ്രശ്നം. ഇതെന്താ ഇവിടെ അവിടെ ഒരു വഴി ഉണ്ടല്ലോ, ഇവിടെ എന്താ കിടക്കുന്നത്? പക്ഷേ വേറെ ഏതോ റാറ്റിറ്റ വേറൊരു പോക്കിമോണും വരുന്നത്. ഇതെന്താണ് ഈ ഫസ്റ്റ് ജനറേഷൻ തന്നെ ഏകദേശം വരണം. പിന്നെ വരുന്ന ബാക്കിയുള്ള ജനറേഷൻ്റെ 8 7 വരണമെങ്കിലോ പൊട്ട പോക്കിമോൺസും. എന്താണിത്? നല്ല ഏതെങ്കിലും പോക്കിമോൺ ആയോ? എവിടെ പോയി നല്ല എല്ലാ പോക്കിമോൺസും? ഞാൻ അവിടെ എന്ത് ടീൻസ് ഗീന ടീന അത് ടീൻസ് എപ്പോഴും ഉള്ളത്. ഗീന മിയ എന്താണ് വാനിലയും പിന്നെ വാനിലൈറ്റും ക്ലിങ്ങും. ഓ കിങ് ചാവാറായിക്കണം കേട്ടോ, തീരെ HP ചെയ്യുക. അപ്പോൾ കിങ് ചാവാറായിക്കണം. എന്താ കിങ് തീരെ പറ്റിയിട്ടാ. കിങ് എന്തെങ്കിലും ചെയ്യ്. ക്ലിങ് പോയി. ഇനി ആ ഫെയിന് കിങ് അതാ പിന്നെ ലെവലപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഡബിൾ കേക്ക് എന്താ ഡബിൾ കേക്ക് ലേൺ ചെയ്യണമെന്ന് എന്താണ് നല്ല ഇതാണ്. അപ്പോൾ അതിൽ അങ്ങോട്ട് ലേൺ ചെയ്തേക്കാം. വീരു ഡബിൾ കേക്ക് ലേൺ ചെയ്തിരിക്കുന്നു. വാനില തോണ്ട എന്താ അഫക്റ്റഡ് ആയി തോണ്ട എന്തായാലും എംബറർ ഓഫ് സ്ട്രഗിൾ അതെന്ത് ടൈപ്പ് പറ്റാക്കടേ എന്തോ എംബർ. വാനില ചത്തിരിക്കുന്നു. HP എന്തായാലും കൂടെ ഉണ്ട്. ഏത് കാരണം കേട്ടാ ഗീനാം 120 ഇവന്മാർ 192 ഇതാ. വാട്ടർ ടൈപ്പ് എന്ത് ഇവിടെ അതെന്താ ഈ പറയണ? ഇയാൾ മൊത്തം വാട്ടർ ടൈപ്പ് മാജിക് കാർപ്പ്. വേറെ ലെവല് സാധനം. മാജിക് ഒക്കെ എത്ര കാലമായി. കിങ്ങിന് മൂവ് ചെയ്യാൻ പറ്റണേ അവൻ നത്തിങ് വേപ്പണത് മാജിക് കാർപ്പിൻ്റെ ഒക്കെ ഇതാണ്. ഒറ്റയടിക്കും ചത്തെടുത്തു. ഒരൊറ്റ ഡ്രാഗൺ ബേസ് മാജിക് കാർപ്പ് പോയി. ടാറ്റ ബൈ ബൈ സി യു. അതന്നെ. എന്നിട്ട് പിന്നെ അതാ അടുത്ത പോക്കിമോൺ ബാസ്കല് ഡ്രാഗൺ ബ്രീ വാട്ടർ ഗണ്ണ്. ഒറ്റ വാട്ടർ ഗണ്ണി കിങ്ങും ടാറ്റ ബൈ സി യു. ഇനി വിൻപോഡ് ഓനെ കൊടുത്തേക്കാം. ടാക്കിള് എന്താ സ്ട്രഗിൾ ബാക്ക് കഴിഞ്ഞു. ഇതെന്ത് ടാക്കിളാ? വിൻപ് ഔട്ടായോടത്ത് എന്ത് വൈപ്പ് ഔട്ട്? അതെന്ത് അതെന്താ സാധനം? എന്തായാലും ഫാൻറ്റത്തിന് നമ്മൾ ഇട്ടേക്കാം. ആക്റ്റ് ബേസിൽ 13 ലെവലിൽ അഗ്രേജായിട്ടൊക്കെ എന്തായാലും ഈ ചീഡ് കൊടുത്തേക്കാം. ഹെൽത്ത് റീസ്റ്റോർ ആവുന്നുണ്ട്. ബ്രാഞ്ച് പോക്ക് ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് TM ആണിത്? അബിലിറ്റീസ് പഴയ ജനറേഷനിൽ പല അബിലിറ്റീസും വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും അധികം കണ്ടിട്ടില്ല. ബ്രാഞ്ച് പോക്കൊക്കെ ഇതൊക്കെ ഏതാണ്? പഴയ അങ്ങനെ ഉണ്ടാവാത്തതാണ്. ഇനി അടുത്ത എൻ്റെ പോക്കിയാണ് ഏതാ? ലെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫാൻ്റെ പിന്നെ എന്താ കൺഫ്യൂസറായോ? വേണ്ട കൺഫ്യൂസറായോ വേണ്ട. അതിനേക്കാൾ നല്ല അറ്റാക്ക് പിന്നെ വരും. പിന്നെ പിന്നെ ലെവലപ്പായ ഫീബാസ്. ഫീബാസ് ബ്രാഞ്ച് പോക്ക് ഒറ്റ അത് മതി. തീർന്നു സൂപ്പർ എഫക്റ്റീവ്. അതന്നെ പിന്നെ ലെവലപ്പായിണ്ട്. 520 നല്ലതല്ല, മറ്റേമാരേക്കാളൊക്കെ നല്ല. $520. നമ്മൾ പിന്നെ ചെറീസ് കുറേ ബെറീസ് ഇവിടെ ഉണ്ട്. ചെറി ബെറീസ് എന്ത് ലീപ്പ് ബെറി? അതെന്ത് ലെപ്പ ബെറി? അതെന്ത് ബെറിയറിയും? എന്തൊക്കെ ടൈപ്പ് ബെറീസാണോ? എന്ത് റൂട്ട് 4 റെസ്പെറോസിറ്റി. നമ്മൾ അവസാനമായിട്ട് കുറേ അറിഞ്ഞ റെസ്പെറോസിറ്റിയിലെത്തിണ്ട്. ഇത് ആരായിട്ട് ഞാൻ സംസാരിച്ചത്? അനാവശ്യ സംസാരം. ആദ്യം ഈ ബെള്ളി കഴിഞ്ഞ് കയറാൻ കണ്ട് ആദ്യം തരാം. ഡേവൺ ഗോപ്പ് ഈ അമ്മച്ചീനായിട്ട് സംസാരിക്കട്ടെ. പക്ഷേ അമ്മച്ചീൻ്റെ മോളായിട്ട് സംസാരിച്ചാലോ? ഇവരൊന്നും തരുകയെ? വെറുതെ ബിൽഡിങ് കയറിയതായോ? ഒന്നും കിട്ടുകയെ? ഡാഡി വർക്ക് എന്ത് പ്രീമിയർ അതാണ് ഇവിടെ കയറിയോ? എന്തെങ്കിലും ഗുണം ഉണ്ടായാലും ഇനിയും എന്തെങ്കിലുമൊക്കെ തായോ? നമ്മളൊന്ന് പണക്കാരാക്കി കുറച്ച് ഗെയിമിനെങ്കിലും
ഇൻ ഗെയിമിലെങ്കിലും കുറച്ച് റിച്ചാക്ക്. അതെന്ത് റെയർ സ്റ്റോണാ? എന്താ റെയർ സ്റ്റോണ്? വേറെ എന്ത്? അപ്പോൾ നമുക്ക് ഈ പ്രസിഡൻറ്റിനെ കണ്ട കുറേ റെയർ സ്റ്റോണുകളൊക്കെ തരുമോ അപ്പോൾ? ഇല്ലേ? ഞാൻ ഈ ബിൽഡിങ് കയറൊക്കെ രണ്ട് ഫോറും നിക്ക് പേഴ്സണാലിറ്റി ഇതാ എന്ത് നിക്ക് നെയിം കൊടുക്കണം എൻ്റെ പെക്കാച്ചു പീക്കാച്ചു. വേറെ ലെവൽ പെക്കാച്ചു. പെക്കാച്ചു പെക്കാച്ചു എന്ന് കിടക്കുന്ന ആള് വേറെ ലെവലിൽ നിക്ക് നെയിം ഇട്ടാ. എന്തായാലും നമ്മൾ പോക്കിമോൺ സെൻറ്ററിൽ കയറി ഒന്ന് ഹീൽ ചെയ്തിട്ട് പോവാം. പിന്നെ എൻ്റെ കിങ് വളരെ ടയേർഡാണ്. ഓനെ ഹീൽ ചെയ്ത് എനിക്ക് പ്രശ്നമാവും. എന്തായാലും ഹീൽ ചെയ്തിട്ടുണ്ട്. ഇനി എവിടുക്കാം? അതൊന്നും ഇവിടെ കയറിയിട്ടൊന്ന് പോവാൻ. ഇത്രയും വലിയ ബിൽഡിങ് 5-6 നിലകളെ കണ്ട അവിടെ ഒക്കെ കോണിയൊക്കെ ഉണ്ട് ഇത്. പക്ഷെ ഒരു കോണി കൂടിയാലോ എന്താ ഹിഡൻ മെഷീൻ. ഗായ്സ് നമുക്ക് അവസാനം ഒരു നല്ല ഗുണമുണ്ട്. ഒരു ഹിഡൻ മെഷീൻ കിട്ടിയിട്ടുണ്ട്. HM കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫസ്റ്റ് HM കിട്ടിയിട്ടുണ്ട്. കട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ലൊരു കാര്യം. നമുക്ക് ഇനി ജിം ലീഡറെ കണ്ട് തീർത്താൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എന്ത് പോക്കിമോൺ അവന് എന്താണ് എൻ്റെ ഏറ്റവും വലിയ ഇതാണെന്ന് തോന്നുന്നു. ജിം ലീഡറൊക്കെ തോപ്പിച്ചാലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്താ അപ്പോൾ എൻ്റെ അച്ഛൻ വലിയ പവർഫുൾ ആളാവോ? നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിക്കട്ടെ. എന്തൊക്കെയാ? 15,000 രൂപ ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വെക്കുക. റെപ്പിൾ എത്ര എണ്ണം മേടിക്കണോ? ഒരു 3 മേടിച്ചേക്കാം. പിന്നെന്താ മേടിക്കുക? പിന്നെ പോക്കിബോളും കുറച്ച് മേടിച്ചേക്കാം. എത്ര എണ്ണോ? 29 എത്ര ഒരു 12 12 പോക്കിബോളും ഒരു പ്രീമിയർ ബോൾ കിട്ടിയിട്ടാ നമുക്കൊരു ഫ്രീ ആയിട്ട്. അതൊരു നല്ല കാര്യം. ഫ്രീക്ക് എന്ത് കിട്ടിയാലും നമ്മൾ മേടിക്കും. പേഴ്സിന് എന്ത് കിട്ടിയാലും മേടിക്കത്. ഇതെന്താ ഈ ബിൽഡിങ് എന്താ? കുട്ടികളെ പഠിപ്പിക്കുക കേട്ടാ. എന്താണ് എൻ്റെ പക്ഷേ അതൊക്കെ എന്താണ് കുട്ടി ആശയ ഞാൻ അയാളെ ഇത് സംസാരിക്കാൻ പോകുമ്പോൾ അയാളെങ്ങണ്ടാ പോണേ കളവ സംസാരിക്കാൻ അങ്ങനെ നിൽക്കുക. എന്തോ നമുക്ക് കിട്ടിയിട്ട് കിക്ക് ഇപ്പോൾ അതൊരു നല്ല കാര്യം. അങ്ങനെ ഫ്രീ ആയിട്ട് തന്നാൽ നമുക്ക് പ്രശ്നമില്ല. ഇതായാലും പെറ്റൽ വീഴുമ്പോൾ സിറ്റി കിട്ടിയ സ്കോട്ട് എന്ന് പറഞ്ഞാൽ ഇയാളെന്ത് ട്രാവൽ ചെയ്യേ? അവർക്ക് വേറെ പണിയൊന്നും ചെയ്യല്ലേ? അയാൾക്ക് വേറെ പണി ചെയ്യാതെ തോന്നുന്നു. ഇയാളെന്തിനാ പറയുന്നത് നമ്മളോട് കട്ട് ലേൺ ചെയ്യാണ്? അത് നമ്മൾ ചെയ്യുക. നിങ്ങൾ പറഞ്ഞിരുന്നത് വേണ്ട, നമുക്കറിയാം. ഇവിടെ വെച്ച് സീഡോട്ട് അത് ഇനി അടുത്ത ബിൽഡിങ്. അവിടെ ഒരു ബിൽഡിങ് കൂടെ ഉണ്ട് അല്ലേ? സ്പെഷ്യൽ അബിലിറ്റി. ഇതെന്ത് സ്പെഷ്യൽ അബിലിറ്റി? അതെല്ലാവർക്കും എന്താ സ്പെഷ്യൽ അബിലിറ്റി? എന്നാലും ഓരോ പോക്കിമോണ്ട് എനിക്കറിയാം. എൻ്റെ എന്താ കറക്റ്റായിട്ട് ബ്ലേസ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ചാർമാൻ്റെ എൻ്റെ തോന്നുന്നു. എന്ത് ബേബി ഫിറ്റ് ചെയ്യേ? എനിക്ക് വേറെ പണി ചെയ്യേ? നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ എന്നോട് ചിരിക്കുമെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക? എന്നോട് കോമഡി പറഞ്ഞെടുക്കാൻ നോക്കണം. എന്തായാലും ഞാൻ പറഞ്ഞാലൊക്കെ എന്താ ഇപ്പോൾ ഒരു കോമഡി? ആക്കറിയാം. അതെ, ഇത്ര നല്ലൊരു കോമഡി വേറെ എവിടെ ഉണ്ടാവുകയല്ലോ. ഇതെന്തോ ഒരു നല്ല കോമഡി അല്ലേ? ഇതെന്താണ് ടൈപ്പ് ചെയ്ത് നല്ല ബുദ്ധിമുട്ടാട്ടാ. ഓക്കെ, എന്താണ് എൻ്റെ തമാശേൻ്റെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതിയല്ലേ? അപ്പോൾ അങ്ങനെയല്ലേ NCP വേണ്ടി? NCP ചിരിക്കണം എന്നൊക്കെ നോക്കണ എന്താ? അതൊന്നും ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞു തരണ്ട. നെക്സ്റ്റ് ലോങ്ങാണെന്ന് നമുക്കറിയാം. വേറെ ഞാൻ ആരോടെ പോവുക? വേറെ ജിമ്മ്. അതാ നമ്മളെ ഫ്യൂച്ചർ വില്ലനെ കണ്ടിട്ടുണ്ട്. ഇവനെ നമുക്കിപ്പോൾ തന്നെ തീർത്ത് കളഞ്ഞാലോ? ഈ ഫ്യൂച്ചർ വില്ലനാണ് കേട്ടോ. പോളിനെ കണ്ടിട്ടുണ്ട് ഫ്യൂച്ചർ വില്ലൻ. നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്താ ഇപ്പോൾ ചെയ്യുക? എലക്ട്രേറ്റ് ഇതെന്ത് സാധനം? അവൻ്റെയൊക്കെ നല്ല പവറാണ്. തണ്ടർ ഡ്രാഗൺ ബേർഡായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. എൻ്റെയൊക്കെ നല്ല പവർഫുൾ പോക്കിമോണാട്ടാ.
തണ്ടർ പഞ്ച്. ഇനി ആ പോഷൻ യൂസ് ചെയ്യും. ഇതാണ് നമ്മളൊന്നും അധികം പോഷനെ യൂസ് ചെയ്യുക. ഇവനൊക്കെ ഇതാണ് എപ്പോഴും പോഷൻ യൂസ് ചെയ്യുക. പിന്നെ ഇത് പോഷൻ യൂസ് ചെയ്തിരിക്കണ എന്താണിത്? അതാ പിന്നെയും പോഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? നമ്മളിവനെ ഒരു ക്രിറ്റിക്കൽ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും തവണ പോഷൻ കിട്ടിയിട്ട് ഇപ്പം അവൻ നമ്മളതാ അടിച്ചിട്ടുണ്ട്. വിൻപോടെ പോയി തീർക്കാം അവനെ. അവൻ വളരെ വീക്കാണ് ഇപ്പോൾ. എൻ്റെ വിൻപോഡിൻ്റെ ടൈപ്പ് ഏതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നോക്കാഞ്ഞ് തണ്ടട്ടെ. വീരു നീയാണ് നമ്മളിപ്പോൾ ബ്രിക്ക് ബൈക്ക് സൂപ്പർ എഫക്റ്റീവ്. 4 അവസാനം ഇലക്ട്രിഡിനെ കൊന്നിരിക്കുന്നു. ഇനി എത്ര പോക്കിമോണ്ട്? ഒരു ലെവല് പിന്നെ വീഡിയോ ലെവലപ്പായിട്ടുണ്ട് കേട്ടോ. ഞാനത് എൻ്റെ പോക്കിമോൺ ഗ്രോട്ടിൽ വേറെ ലെവല്. എനിക്ക് ഇവനെ നല്ല ഇഷ്ടമായി. ഈ സിനോ ടൈപ്പ് പോക്കിമോൺസൊക്കെ വളരെ ഗ്രോട്ടിൽ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഓർമ്മ കേട്ടാ. ഫയർ ടൈപ്പ് പോക്കിമോണൊക്കെ വളരെ ഇഷ്ടമായി അത്. പക്ഷെ എന്താ ചെയ്യുക, അത് കിട്ടുമെങ്കിലോ. ഈ ചാർമാൻഡർ ഫസ്റ്റ് ജനറേഷൻ പോക്കിമോൺ മാത്രമേ കിട്ടിയുള്ളൂ. റൈസർ ലീഫ് പാൻറ്റും തീർന്നു കൊടുത്ത്. അവസാനം നമ്മൾ ഞാൻ പോളിനേജ് ലോസ്റ്റായി. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയ റോസാനെ. എന്താണ് നീ പറയുന്നത്? നിനക്ക് എങ്ങനെയാണ് പറയാൻ തോന്നുന്നു? എൻ്റെ പോക്കിമോണൊക്കെ ഹീലായിട്ടുണ്ട് കേട്ടോ. അവനേജ് കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രീം പോക്കിമോൺസിനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റണ അതെങ്ങനെ വേറെ ലെവല് സാധനം കേട്ടാ. എന്താണ് എന്താ നമ്മൾ ജിമ്മിനെ ചലഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഓക്കെ നമ്മളെ ഈ ജിമ്മ് പവർഫുള്ളാന്നൊക്കെ പറഞ്ഞത്. ഇത് നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഹാർഡാണ്. അപ്പോൾ ജിമ്മ് നമുക്കിപ്പോൾ എത്ര ഒരു ഗെയിം ഹാർഡാന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ ജിമ്മ് എത്ര പവർഫുള്ളാന്ന് മനസ്സിലായാൽ മതി. അതിനനുസരിച്ചാവും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുക. അപ്പോൾ നോക്കാം എന്തായാലും. പോക്കിമോൺസിനെ അങ്ങോട്ടും സാൻഡ് ഗ്രാസ് ടൈപ്പ് റോക്കല്ല, അപ്പോൾ ഗ്രാസ് ടൈപ്പ് പോക്കിമോണിനെ ഫ്രണ്ടി ഇട്ടേക്കാം. നമ്മളെ ഫസ്റ്റ് ജോഷ ഇതെന്ത് അമോറ ഫ്രണ്ട്ലി ഡ്രൈ. എന്താപ്പോൾ സംഭവിച്ചേ? ഒറ്റയടിക്ക് വൈപ്പ് ഔട്ടായി എൻ്റെ ഫസ്റ്റ്. ഇനി അടുത്ത കിങ്ങിനെ ഇവിടെ നിനക്ക് പറ്റിയ ഐസ് ടൈപ്പ് പോക്കിമോണാന്ന് തോന്നുന്നു. വെതർ ബോൾ അതെന്ത് സൂപ്പർ എഫക്റ്റീവ്. ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് അറ്റാക്കാണ്? ഈ ഗെയിമിൽ പല ടൈപ്പ് പുതിയ തരം അറ്റാക്കുകൾക്ക് അറിയാതൊക്കെ വരുന്നുണ്ട്. വെതർ ബോൾ അതൊക്കെ എന്തൊക്കെയാണ്? അത് സൂപ്പർ എഫക്റ്റീവാണ്. കിങ്ങിൻ്റെ എതിരെ വളരെ സൂപ്പർ എഫക്റ്റീവാണ്. എന്തായാലും ഡ്രാഗൺ ബേഴ്സ് എഴുതിയിട്ടാണ് ചാവണില്ലത്. ഞാൻ 4 ലെവൽ മുകളിൽ എന്നിട്ടാണ് ഓനെ കൊന്ന ഒരു പോക്കിമോണ്. എൻ്റെ 2 പോക്കിമോണെ കൊന്ന. എന്താണ് വളരെ സത്യം. വിരു നിനക്ക് ഇനിയൊക്കെ ചെയ്യാൻ പറ്റും. വീര് പവർഫുൾ കേട്ടാ. അത് റോക്ക് ടൈപ്പ് ആണെന്ന് തോന്നുന്നത്. എന്താണ് അമോറയുടെ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പോക്കിമോ. വീരു സാൻഡ് അറ്റാക്ക് എന്തിനാണ് അത്രയും പൊട്ടറ്റാക്കൊക്കെ? വേറെ എന്തെങ്കിലും നല്ല അത് പറഞ്ഞേ. അത് അടുത്ത പോക്കിമോ അതാ പറഞ്ഞത് ക്രേയ. ഇത് നമുക്കറിയാം. ഫയർ പഞ്ച്. എന്തായാലും വീര് ഈ പോക്കിമോണിൻ്റെ അതിലൊക്കെ നല്ല ശക്തനാണ്. അതൊരു കാര്യം. എന്താണിത്? നമ്മൾ വേഗം ചാവുക കേട്ടാ. ഇതും ചാവുമ്പോൾ ഉറപ്പാണ്. ആകെ 2 പോക്കിമോണെ അവൻ്റെ അടിച്ചോളൂ. അപ്പോഴത്തേന് തന്നെ നമ്മൾ ചത്തോ. നമ്മൾക്ക് ഈ ഗെയിം നല്ല ടഫായ കാരണമെന്ന് തോന്നുന്നു. നമുക്ക് ഒരു HP നമുക്ക് ബാക്കിയുള്ള പോക്കിമോണൊക്കെ ചത്താലും ഒരു HP ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇതേതാ ഇതൊക്കെ എന്ത് സാധനമൊക്കെ കൊന്നുകൊടുത്തു. പൊട്ടാന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴത്തേനും നമ്മളെ കൊന്നു. ഇതൊക്കെ നല്ല പവർഫുള്ളാന്ന് തോന്നുന്നു. നമ്മൾ വൈറ്റ് ഔട്ട് ആയതിൻ്റെ ഗായ്സ്. എന്തായാലും നമ്മൾ ഒന്നുകൂടെ പോയി ഇനി കളിക്കേണ്ട
ഞാനിപ്പോൾ ഈ ഗെയിം ഞാനിപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിനെ ചലഞ്ച് ചെയ്ത് ജിമ്മിനെ ഞാൻ ചലഞ്ച് ചെയ്തേ 1 മണിക്കൂർ എടുത്തിട്ട് ആ ജിമ്മിനെ തോപ്പിക്കുക. അത്ര ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ നല്ല ടഫാവുമെന്ന് എനിക്ക് പറയാൻ പറ്റിയാന്ന്. ഞാൻ ഇപ്പോൾ പറയാണ് സ്റ്റാൻഡേർഡ് മോഡിലാണ് കളിക്കണമെങ്കിൽ ജിമ്മിനൊക്കെ തോപ്പിക്കാൻ 1 മണിക്കൂർ എടുത്ത് കുറേ SP ലെവലും കുറേ ആൾക്കാരായിട്ട് കളിച്ചിട്ടാണ് എനിക്ക് NCBകളായിട്ട് കളിച്ചിട്ടാണ് എനിക്ക് അവസാനം കുറേ കഷ്ടപ്പെട്ടിട്ട് ആ ജിമ്മ് ഒന്ന് തോൽപ്പിക്കാൻ പറ്റിയത്. അതും ഇത് ഫസ്റ്റ് ജിമ്മ് നല്ല ടീമാണ്. കിങ് വീര് എന്തൊക്കെ എത്ര നല്ല എന്താണ് ടീമുള്ള പോക്കിമോൺ, എന്നിട്ടാണ് ഇത്രയും പണി. എന്താണല്ലേ ഇവനെന്തോ പോക്കിമോൺ ട്രേഡ് ചെയ്യാനുള്ളതാ. ഏതാണ് സൊറു? എൻ്റെ സൊറുയ ഹൂസിയൻ ഫോമസ് സൊറു. ഉണ്ടെങ്കിൽ ഞാൻ തരുമോ ഇനി? അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ടഫാണ്. എന്താണെന്ന് എനിക്ക് പറയാനോ പറ്റിയ വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് ഗെയിമാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. സോ ഗായ്സ് നമുക്കിനിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ കുറേ ഒരു തവണ തോറ്റി. ഇനി നല്ലോണം ടഫാണ് ജിമ്മ് ഒടുക്കത്തെ ടഫായ കാരണം SP ഫാർമ് ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റുക. എന്ത് വില്ലനാ വില്ലൻ അത് എൻ്റെ എന്താ സ്വപ്നത്തിൻ്റെ എന്തോ പിന്നെ സാധനം കാണാൻ കണ്ടുപിടിച്ച് എടുക്കണമെന്ന്. എന്താ സാധനം? എന്തായാലും കണ്ടുപിടിച്ചേക്കുക. വെറുതെ നമ്മൾ ഈ സൈഡ് ക്വസ്റ്റ്യകളൊക്കെ എടുക്കുക. അപ്പോൾ എന്താണ് നമുക്കിനി കുറച്ച് കഷ്ടപ്പെടണം, കുറേ SP ഫാർമിങ് ചെയ്യണം, എന്നാലേ എന്തെങ്കിലും പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇതെന്താ പോക്കിമോ നിക്കിട്ടാ ഒരു ഗാസിയന അത് അലോല പോക്കിമോണല്ലേ. എന്തായാലും നല്ല പോക്കിമോൺസൊക്കെ ഇപ്പോൾ പുതിയ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ പഴയ ഫസ്റ്റ് ജനറേഷനിൽ ഇനി വന്നിരുന്ന ഇപ്പോൾ ഒക്കെ നല്ല പുതിയത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു റെപ്പിൾ കിട്ടിയിട്ടുണ്ട്. അവിടെ നിലത്ത് വീണ് കിടക്കുകഴിഞ്ഞ് എന്താണ് ഇവിടെയൊക്കെ എന്താണ് കുറേ നിലത്ത് വീണ് കിടക്കണേ? ആരാണിതൊക്കെ നിലത്തിടണേ? കുറേ റിച്ച് ആൾക്കാരാവുമല്ലേ. എന്തായാലും അതാ വേറെ സൂപ്പർ പോഷൻ. ആരാണിതൊക്കെ നിലത്ത് ഇങ്ങനെ കളഞ്ഞിടണേ? റിച്ച് ആൾക്കാരെ സ്വഭാവം എന്താണ്? നമ്മളൊക്കെ എന്താണ് പാവങ്ങളെ ഗെയിമിൻ്റെ ഉള്ളിൽ പോലും പാവങ്ങൾ എന്താണല്ലേ റിച്ച് ആൾക്കാരാണ് ഒക്കെ നിലത്തിട്ടിട്ട് പോവുക. അത് വേറെ എന്തോ അവിടെ കിടക്കുന്നുണ്ട്. വേറെ ഒന്നോടും എന്താ ഒരു TM വേറെ എന്താണ് എത്ര ആരാണ് ഈ റിച്ച് ആൾക്കാരിങ്ങനെ നിടണേ? എന്താണ് ഇനി നമുക്ക് HP ഫാർമിങ് HP ഫാർമിങ് അല്ലേ SP ഫാർമിങ് ചെയ്യണം. ആദ്യത്തെ നമ്മളിവിടെ എന്താ യങ് ജോയിയ ഏതോ ഒരു ജോയിനാണ്. നമ്മളെ സീക്രട്ട് കിങ് ഫ്രിഞ്ച് ചെയ്ത് ഡ്രാഗൺ ബീത് കിങ് ഡ്രാഗൺ ബീത് യു ചൂസ് ഡ്രാഗൺ ബീസ്. നിൻഫോ പാരലൈസ് ആയിരിക്കുന്നു. ഇനി കിങ് ഒന്നും കൂടെ ഡ്രാഗൺ ബീത്. എന്ത് എംബർ? ആരാ നിന്നോട് എംബർ പറഞ്ഞത്? ഇത് ആഷിൻ്റെ ചാരിത്തോട് പോലെ തന്നെ എന്താ ഒരിക്കലും ആൻസറിനാന്ന് പറഞ്ഞ ഏഴടുത്ത് കൂടി പോയി കഴിഞ്ഞാൽ ഡ്രാഗൺ ബീത് പറഞ്ഞപ്പോൾ ഉണ്ട് എംബർ ചെയ്ത് എന്താണല്ലേ സ്വഭാവം. അപ്പോൾ നമുക്കിവിടെ എപ്പോഴും സ്ലോ കോട്ട് കിട്ടാറുണ്ട്. അപ്പോൾ പണ്ടക്ക് സ്ലോ കോട്ട് വേണമെങ്കിൽ അതാണെങ്കിൽ കട്ടും പിന്നെ സ്ട്രെങ്ത്തും അങ്ങനെയുള്ള എല്ലാ ടീമും അതിൻ്റെ മേലെ അങ്ങോട്ട് അഴിച്ചേൽപ്പിക്കാതെ എപ്പോഴും ഇവിടെ കിട്ടാറുള്ളതാണ്. എന്താണ് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതിൻ്റെ മേത്ത് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനും ചെയ്യുക. പിന്നെ നമുക്ക് വേറെ പോക്കിമോൺ അതിനായിട്ട് സ്പെഷ്യൽ നോക്കൊന്നും വേണ്ടേ? അത് നല്ലൊരു ഇതാണ്. പോയി വേറെ ഡ്രാഗൺ ബീറ്റ് അതിൻ്റെ മേത്ത് അങ്ങോട്ട് അടിച്ചിരിപ്പിക്കാഞ്ഞേ അത് ഒരു സ്ലോ കോട്ട് കിട്ടണില്ലല്ലോ. കിട്ടി സ്ലോ കോട്ട് വന്നോടുത്ത് പറഞ്ഞിരുന്നില്ല അപ്പോഴത്തെ ഒടുക്കത്തായ സാധനത്തിന് എന്തൊരു പോക്കി ബോൾ ഇട്ടേക്ക് 6 ലെവലല്ലേ ഉള്ളൂ. കിട്ടുമല്ലോ കിട്ടിയില്ല. എന്തായാലും നമുക്കിനി വേറെ ഏത് ഫാൻറ്റത്തിനിട്ട് കൊടുക്കാം. ഫാൻറ്റോ നീ പോയി ചെറുതായിട്ടൊന്ന് തട്ടിമുട്ടി കൊല്ലെടുത്ത് നമുക്ക് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. ടാക്ക് ക്രിറ്റിക്കലി ബാക്കിയാണ് കുറച്ച് ബാക്കിയുണ്ട്. എന്താ പോക്കിബോൾ ഗോ 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 കിട്ടില്ല കിട്ടി. എന്താണല്ലേ നീ സ്ലോ കോട്ടിന് ഒരു നിക് നെയിം കൊടുക്കണം. എന്താവും കൊടുക്കുക? കിരീട്ടോ സോഡാട്ടില്ല കിരീട്ടോ ഓനെ കിരീട്ടോ കിരി നമ്മൾ കിരി കാടൻകിരി എന്തൊക്കെ കിരികളുണ്ട്. ആ കിരീനെ കിരീട്ടോ എന്താണ് കിരീട്ടോ കിരീട്ടോ എന്താണല്ലേ നീ നമുക്കൊന്ന് പോക്കിമോൺ സെൻറ്ററിൽ പോയിട്ട് ഹീലാവണം. അമ്മമാർ നല്ലതായിക്കണ്.
ഹീലാണ് ടയേർഡ്. റെസ്റ്റ് ചെയ്യാം കുറച്ച് നേരം. റെസ്റ്റ് അമ്മമാരെ ഹീൽ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ എസ് പി കണ്ടിന്യൂ ഇങ്ങനെ പോകണമെന്ന് തോന്നുന്നു. എന്നാലേ കുറച്ച് അമ്മാനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്താലോ. കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ ഒരു 4 തവണ പോയി കൊടുത്ത്. എന്നിട്ട് ആ ഫസ്റ്റുള്ള ആ ചെക്കനെ ആക്കാൻ വേണ്ടി എന്നിട്ട് പോലും ഇതുവരെ പറ്റിയിട്ട് ചെയ്യുക. എന്താണല്ലേ 4 തവണ സ്കിപ്പ് 4 തവണ സ്കിപ്പ് ചെയ്ത് കൊടുത്ത് മാച്ച് കളിച്ചത്. എന്താണ് അത് എൻ്റെ വെനപ്പേട്. പുതിയ പോക്കിമോൺസ് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് ആദ്യം തീരെ ഒക്കെ പഴയ പോക്കിമോൺസ് തന്നെയാണ്. ഇപ്പോൾ ഒക്കെ പുതിയവരുണ്ട്. എനിക്കവിടെ ആദ്യമൊക്കെ വന്നിരുന്നെങ്കിൽ റാറ്റിറ്റ ഇതൊക്കെ ഇനി അല്ലെങ്കിൽ മറ്റേ കാറ്റർപ്പി അങ്ങനെയൊക്കെ ഇനി ബക്കേച്ചറിൻ്റെയൊക്കെ ഒന്ന് വന്നിരുന്നത്. അപ്പോൾ അതൊന്നല്ല കേട്ടോ. വിലോസ്പിപ്പ് പാൻറ്റത്തിന് വിലോസ്പിപ്പ് ആണ് ചെയ്യണം. മെയിനാണ്. നല്ല ഫയർ ടൈപ്പ്, നല്ലൊരു സപ്പോർട്ട് ടൈപ്പ് സാധനമാണ്. കളയത് എന്തായാലും ഞാൻ അത് ലേൺ ചെയ്ത് എന്തായാലും ഞാൻ പറഞ്ഞത് അതാണ്. SP ഫാർമിങ് എത്ര ചെയ്തിട്ടും ഇത് ഒടുക്കത്തെ ടഫാണ്. വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ഗെയിം എന്ന് തന്നെ പറയാം. എന്താ വേറെ ആ പെണ്ണിനെ നിങ്ങളും ചെയ്യട്ടാ. അതെന്താ പെണ്ണിനെ ഒറ്റ പോകണോ എന്താ സ്കൂളിൽ കിട്ടി കയറി റിച്ചാണ് ആ ക്യാറ്റ് പറഞ്ഞ ആവൃത്തില്ല. എന്താണല്ലോ ആയുസ് കാറ്റർപ്പി വന്നിരിക്കണത്. കാറ്റർപ്പി നിങ്ങൾ തീർന്നടാ മോനെ. എന്താണല്ലേ ആയുസ് ഒടുക്കത്തെയാണ് ഇതിനൊക്കെ. ആകെ 100 രൂപ എന്താണ് സ്കൂൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയപ്പോൾ ഞാൻ റിച്ചാന്ന് വിചാരിച്ചിട്ട് 100 രൂപ നിൽക്കുന്നത്. എന്ത് സ്വഭാവമാ അതൊക്കെ. ഞാനൊന്നും ആവാൻ പാടിയട്ടാ. ഇനി എന്താ അടുത്ത അതെങ്ങനെ അതെന്തൊക്കെയാ ഡെഡ് ഉണ്ടാ. ബോറഡ്. ഇനി ഇത് വേറെ നമ്പർ ഇവിടെ താരം ഇനി താങ്ക് പിന്നെയൊക്കെ ഇത് കുറച്ച് നല്ല പോക്കിമോൺസൊക്കെ വന്നിട്ടുണ്ട്. ഡ്രാഗൺ ബീത്ത് ആർക്കെതിരെ ഫയർ ഫാങ് കൊടുക്കുക. ഫയർ ഫാങ് പിന്നോക്കു ബൈ ബൈ ടാറ്റോ സി യു കഥം ആജ്ക്ക് ദമാനിന് ആനാനെ. പോയേ എന്താണ് പോകാനിത് പോടാ. എന്താണ് വേറെ എന്താണെന്ന് ടാറ്റ ബൈ ബൈ സി യു പോ. എങ്കിലും ഇനി എന്താണ് അടുത്ത നാട്ടു കമ്മാരസൂര്. നാട്ടു വന്നിരിക്കുന്നു കമ്മാരസൂര്. നാട്ടു 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 കമ്മാരസൂര്. കമ്മാരസൂര് നാട്ടു 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 നാട്ടു. പാട്ട് കിട്ടണില്ല കറക്റ്റായിട്ട്. ലയൻസ് ലിറിക്സ് കറക്റ്റായിട്ട് കിട്ടണില്ല. എനിക്ക് പഠിക്കണമെന്ന് തോന്നുന്നു. കുറച്ച് എന്നിട്ട് വന്ന് പാടാം. വന്ന് തീരുക ഡ്രാഗൺ ബീത്ത് കൊണ്ട് തീർന്ന് പോടാ നാട്യ കമ്മാരസൂര് നാട്യ. ലൈന് കറക്റ്റായിട്ട് ചെയ്തിട്ട് തെറ്റിക്കണമെങ്കിൽ എവിടെയൊക്കെ തോന്നുന്നു. 560 രൂപ. അതാണ് കുറച്ച് കാശ് തരുമ്പോൾ 500. നമ്മളിപ്പോൾ 5-ാമത്തെ ടൈം ഇവനെ ഈ ഫസ്റ്റുള്ളവനെ ചലഞ്ച് ചെയ്യാൻ പോയിക്കാൻ. ഇത്തവണയിൽ നമുക്ക് എന്തെങ്കിലും ആവണം. ഇവനെ നമ്മൾ വിരുവിന് തന്നെ വിരുവാണ് എനിക്ക്. അപ്പോൾ 5 തവണയിൽ കളിച്ചേക്ക് ഒരൊറ്റ കാര്യം മനസ്സിലായി. വിരു ഫയറാണ് കണ്ട. ഒറ്റ ഹിറ്റിന് തീർത്തെടുത്ത് ഒരൊറ്റ അറ്റാക്കി തീർത്തെടുത്ത്. വിരു ഫയറാണ്. ഫയറല്ല വൈൽഡ് ഫയറടാ. വിരു വൈൽഡ് ഫയറാട്ടാ. വൈൽഡ് ഫയർ വൈൽഡ് ഫയർ വൈൽഡ് ഫയർ വൈൽഡ് 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 ഫയർ വൈൽഡ് ഫയർ വൈൽഡ് ഫയർ എന്നല്ലേ എൻ്റെ പാട്ട്. വിലോസിറ്റി ഓനെ ഞാനെന്തായാലും അങ്ങനെ ചെയ്യാം. അനിരുദ്ധ് അനോരിത്ത് അനിരുദ്ധ് എന്ന് അറിയാൻ വന്നാ. നമ്മൾ മാറിപ്പോയി ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിന് അറിയാം. പോക്കിമോണ്ടൊക്കെ പലതും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അനോരിത്തെ എന്താണ് ഇനി നല്ല പേരാണ് കേട്ടോ. കുഴപ്പമില്ലാതെ എന്താണല്ലേ. അനോരിത്തിനെ കൊല്ലാൻ പറ്റിയില്ല. ഞാൻ ആരെ പോടുക. അനോരിത്ത് എന്തായാലും ഹാർട്ടാവുന്നുണ്ട്. കിങ്ങിനെ വിട്ടേക്ക്. കിങ് ഡ്രാഗൺ ബീത്ത് ഗോ യു. ഡ്രാഗൺ ബീത്ത് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. തീർന്നു. കിങ് ആണ് കിങ്. ഇനി അടുത്ത ആരെ വീരു എന്താ ഒരു ക്രൈനി ഡോട്ട്സിൻ്റെ ഡബിൾ കിക്ക് തന്നെ തീർന്നു. ഒറ്റ അറ്റാക്കിന് പിന്നെയും തീർത്തെടുത്ത്. വീരു ഇസ് ഓൺ ഫയർ ഗൈസ് ലിറ്ററലി. ഞാൻ മറ്റേ പ്രൊഫസർ ഓഫ് ഈ വിരുവിനെ തന്നപ്പോൾ അധികമൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് സ്ലോ കോട്ടിൻ്റെ ഏതപ്പോൾ മാറ്റിയ എൻകോറോ സ്ലോ കോഫാ
സ്ലോക്ക് ഓഫ് എന്നിട്ട് റെസ്റ്റ് കൊടുത്താൽ എന്തായാലും ഞാൻ ആ പ്രൊഫസർ ഓക്ക് തന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീര് ഇത്രയും ഫയർ ആവുമെന്ന്. വീര് പെർമനൻറ്റ് ഞാൻ വേറെ പല ലെജൻഡറി എന്തെങ്കിലും വന്നാൽ മാറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ. അല്ലെങ്കിൽ പെർസിയുടെ ലെജൻഡറി ഏതെങ്കിലുമൊക്കെ റീലു പലതും വരികയല്ലോ അപ്പോൾ മാറ്റണമെന്ന് വിചാരിച്ചില്ല അമ്മ. ഇപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. ടൈറൻ്റ് വേറെ പുതിയ ലെവൽ പോകിമോണൊക്കെ കേട്ടോ അവിടെ വന്നിക്കണേ. അവരെയൊന്നും എടുത്ത് നമ്മൾ പിന്നെ എടുത്തെടുത്ത് ഇനിതാ അടുത്ത ട്രെയിനറേ എന്താ റോക്ക് ക്ലൈബ് അത് ഇതെന്നൊക്കെ പറയണേ. ഹൈക്കർ ആർച്ചൻ. നമ്മൾ പിന്നെയും ബിരുവിനെ പറഞ്ഞേക്കാം. ബിരു അല്ലേ നമ്മളെ ബിരു ആണ്. ബിരു ഡ്രാഗൺ ബീത് എന്താണല്ലോ ഡ്രാഗൺ ബീതൊക്കെ ചെയ്യണം. അതിൻ്റെ ഡ്രാഗൺ ടൈപ്പ് പോക്കിമോണാണ് ആർച്ചൻ. ബിരു അവനെ കൊന്നൊടുത്ത്. ബിരു മോനെ പൊളിയാണ് മച്ച. എന്താണ് വിരു നമുക്ക് വിരുവിനൊരു എവിടെ നിന്ന് ഒരു ഹറോഗ്രാഫ് സത്യമായിട്ട് ആഷിൻ്റെ പോക്കിമോണ് റോഗ്രാഫ് എനിക്കൊന്ന് കാണുന്നുണ്ട്. നോക്കട്ടെ ഇത് കിട്ടുമെന്ന് എന്തായാലും ഉണ്ടാവുമല്ലോ. ഇവിടുന്നെങ്കിലും ഒരു റോഗ്രാഫ് എനിക്ക് കൊടുക്കണോ. നല്ല പവർഫുൾ പോക്കിമോണാണ്. റോക്ക് ടൈപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആണെന്നൊക്കെ. നല്ല ക്ലാസിക് ലുക്കും ഉണ്ട് അതിനൊക്കെ. അപ്പോൾ എന്തായാലും എടുക്കണോ. റോക്ക് ടൈപ്പ് ഏറ്റവും നല്ലൊരു പോക്കിമോണാണ്. ബിനാക്കൾ അതുണ്ട്. ഈ സാൻസ്ട്രോം ഒടുക്കത്തെ പ്രശ്നമാട്ടാ. അത് കാരണം എന്താണല്ലേ റേസർ ചെയ്യല റേസർ ചെയ്യല അത് കറിയുന്ന അറ്റക്കന്നെ. പിന്നെ ഏത് ചക്ക സാൻസ്ട്രോം ഒടുക്കതാണ്. എന്താണ് ഒന്ന് വേഗം തീരാനായിട്ട് വേണം. അത്ര നേരെ ഞാൻ കളിക്കണ അറിയത് വേഗം കിങ് ലെവലപ്പ് ആയിരുന്നു. കിങ് ഷാരുഖ് ഖാൻ്റെ പുതിയ സിനിമ പോലെയുള്ള കിങ്ങാണ്. പിന്നെ എത്ര കാലം ഷൈനിയാണോ അതോ ഹൂസിയാൻ ഫോമാണോ കറിയോട്ടാ. ഷൈനി തന്നെ തോന്നുന്നു. കാരണം വ്യത്യാസമുണ്ട്. പക്ഷേ ഇങ്ങനെയാണെന്ന് പറയാനും പറ്റിയ അവൻ തീർന്നാലും ഷൈനിയാണോ ഹൂസിയാൻ ഫോമാ. ഞാൻ ഈ ഹൂസിയാൻ ഫോമൊന്ന് കറക്റ്റായിട്ട് നോക്കിയില്ല. അത് നോക്കണമെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൂസിയാൻ ഫോം ഹലോള ഫോമൊക്കെ. പക്ഷെ അതൊന്നും വേണ്ട. പിന്നെ അധികം ഞാൻ ഹലോളൊന്നും അധികം കണ്ടിട്ടില്ല. അതിൻ്റെ ഒന്നും ഗെയിമും കളിച്ചിട്ടില്ല. അതിനെ കളിക്കണമെന്നൊക്കെ ഉണ്ട്. ഈ സീരീസ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒന്ന് ഗെയിമും കളിക്കണം റോമർക്ക് എന്ന് വിചാരിക്കണേ. അത് നിങ്ങളിപ്പോൾ ഏതാ പറയുക വേണമെന്ന്. എന്തായാലും ഞാൻ വിരുവിൻ്റെ പോഷൻ കൊടുത്ത് ഒന്ന് ശക്തിയാക്കാം HP ഒക്കെ. അപ്പോൾ ഏതാ പിന്നെ കളിക്കത് കഴിഞ്ഞാൽ ഇതിൻ്റെ സീരീസ് ഒരു 30 എപ്പിസോഡൊക്കെ ഉണ്ടാവുന്നത് കഴിഞ്ഞാൽ റൊക്സാന ജിം ലീഡർ റൊക്സാന. അവസാനം നമ്മൾ ഈ റൊക്സാനെ എടുത്തെത്തിക്കണം. എന്തൊക്കെയാണ് കൈൻഡില്ല മോസ്റ്റ് ചെയ്ത് എന്താണ് ട്രെയിനർ സ്കൂൾ. ഇവിടെയൊക്കെ ട്രെയിനേഴ്സ് സ്കൂളിൽ നിന്നാണോ? ശരി നമ്മളൊക്കെ ഒരിക്കൽ പോലും സ്കൂളിൽ പോകാത്ത ആൾക്കാരെ വിഷമൊന്നും കൊടുക്കാമെന്ന് അറിയാം. ഫസ്റ്റ് തന്നെ ഷൈനി പോകിമോൺ ഷക്കിൾ കേട്ടാ. അവളെ കിങ് അതിൻ്റെ എതിരെ എന്ത് ചെയ്യും നോക്കട്ടെ. ഫയർ ഇൻഫെക്ഷൻ അതെന്താണ് ഇപ്പോൾ ഈ ഇടയിൽ ഞാൻ കണ്ടുള്ള പുതിയ അബിലിറ്റി എന്താണ് ഒരിക്കത്തെ ബുദ്ധിമുട്ടുള്ള അബിലിറ്റി കേട്ടോ ഇൻഫെക്ഷൻ. കിങ്ങിൻ്റെ അറ്റാക്കിങ് ഫേസ് ഹെൽത്ത് റോക്ക് എന്താണിത് എന്തോ ഫയർ ഫാങ് ഒന്നും കൂടി കൊടുത്തേക്കാം. ഇൻഫെക്ഷൻ റെഡ് 1 എന്താ പിന്നെ സാൻസ്റ്റോം ഇൻഫെക്ഷൻ അവിടുന്ന് ഇങ്ങോട്ട് പോയാൽ കടല് അങ്ങോട്ട് പോയാൽ വോൾക്കാനോ അങ്ങനെയെന്ന് പറഞ്ഞ രീതിയിലത് ഇൻഫെക്ഷനും സാൻസ്റ്റോമും കൂടി എൻ്റെ കിങ്ങിനെ വെറുതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. എടാ നിനക്ക് പറ്റും. കിങ് ഇനിയതാ അറ്റാക്ക് ഇൻഫെക്ഷൻ ഫയർ ഫാങ് 100 ഫയർ ഫാങ് ഗോ 1 more ടൈം ഫൺ ഫാങ് ഷക്കിളിനെ തോപ്പിച്ച് അടുത്ത് പോക്കിമോണേതാ. കിങ് നല്ല SP മേടിച്ചിട്ടുണ്ട്. വിൻപോർഡ് ലെവലപ്പ് അതേതാ കാർക്കോള ഏതൊരു പോക്കിമോണ് ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഏതാ പോക്കിമോ? ബാക്കിയുള്ള ഞാൻ പലതൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല ഫസ്റ്റ് ടൈം. അതത് ഏതാണ് ഈ പോക്കിമോ? വിരു. നമ്മൾ വിരു വിളിച്ചിരിക്കാട്ടാ. ഓനെന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് പക്ഷേ പിന്നെ അവന് ഡബിൾ കിക്ക് ക്രിറ്റിക്കൽ 2 തവണ ക്രിറ്റിക്കൽ അടിച്ചിട്ട്
ഒന്ന് സോർച്ച് സ്റ്റാൻഡാ, അതൊക്കെ എന്തടേ? സ്റ്റാൻഡ് സ്റ്റോമൊക്കെ കണ്ടിട്ടുണ്ട്. സോർച്ച് സ്റ്റാൻഡ് അതെന്താ അറ്റാക്ക്? ഏത് ടൈപ്പ് പോക്കിമോണപ്പോൾ ഞാൻ കണ്ടേ? അത് ഏതാണ്? അമ്നി ശക്കിരി വേണ്ട വേണ്ട, എന്താ പൊട്ട സാധനങ്ങളൊക്കെ. എന്താണ് അബിലിറ്റി? ഓ പിന്നി ഷൈനി. എന്താണ് ജിം ലീഡേഴ്സൊക്കെ ഷൈനിയുടെ മേളയാണോ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഞാൻ ഒരു ഇതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടാകും. അതേ അങ്ങനെ കുറേ ഷൈനി ജിം ലീഡേഴ്സിൻ്റെയൊക്കെ ഷൈനി പോക്കിമോൻ കുറേ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയാണോ നീ? അങ്ങനെയാണെങ്കിൽ വേറെ ലെവലാവുകയെ. എന്തായാലും സൂപ്പർ എഫക്റ്റീവ്. ഓക്കെ, ഇനി ഓ വീരു പിന്നിൽ ഡെവലപ്പായി. നോസ്പാസ് പിന്നി ഷൈനി. നമ്മൾ ഓനൊന്ന് പവറോ HP ഒന്ന് കൂട്ടട്ടെ. ഓ റോക്ക് ടോംബേ. അധികമൊന്നും പറ്റിയില്ല. ഭാഗ്യത്തിന് ആദ്യം HP കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ചത്തിയെന്ന്. എന്തായാലും നല്ലൊരു നോസ്പാസും അങ്ങനെ ചത്തിരിക്കുന്നു. ഇനി ഏതാണ് അടുത്ത പോക്കിമോൻ? ഫാൻറ്റം ഹെസ്സ. ഹെസ് ഏതേക്കാം? ഹെസ് പവർഫുൾ. അത്യാവശ്യം വാങ്ങിച്ചിട്ട് ഹെസ്സാക്കാം. അങ്ങനെ ഫാൻറ്റവും നല്ലൊരു പവർഫുൾ അറ്റാക്ക് കിട്ടിയിരിക്കുന്നു. വിരിയാണ് മോനെ ഫയർ, വൈൽഡ് ഫയർ തന്നെ പറയാം. എത്ര പ്ലെയറാണ് ഒറ്റക്ക് എടുത്തിക്കണേ. ജിയറൂഡ്, അതും ഷൈനി. എത്ര എല്ലാ പോക്കിമോണും ഷൈനി. അത് ഷൈനി മാത്രമല്ല, ഏതോ ഹൂസിയാൻ ഫോമോ അങ്ങനെ എന്തോ ഒരു ഫോമൊക്കെ. ഇതൊന്നും നമുക്ക് കാണാൻ എവിടെയും അങ്ങനെ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ്. അത് കാണാൻ പറ്റിയ നല്ലൊരു ഇതുണ്ടാ. ലിലീപ്പ്, അതും ഷൈനി. അവളെ ലാസ്റ്റ് പോക്കിമോൺ. നിങ്ങളും കഴിഞ്ഞാൽ ഈ അവസാന ആഴ്ച ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടും. എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ടാ ഞാൻ. ഇനി ഏതാ ഫാൻറ്റം കൊടുക്കുക. മോനെ വളരെ വീക്കാണ്. അവിടെ വെറുതെ പോയി പണി ഉണ്ടാവല്ലേ. പോയിസണാട് എന്തൊക്കെയാണ് ബ്രാഞ്ച് ഫിരോസ്. ഇൻഫെക്ഷൻ. അവൻ ഇൻഫെക്ഷൻ തന്ന്. അത് നന്നായി. അപ്പോൾ നമുക്കിനി അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വാ എന്തായാലും ബ്രാഞ്ച് പോക്ക് തീർന്നവിടുത്തെ ലീപ്പ് അവസാനം. അവസാനം നമ്മൾ ഒരു മണിക്കൂറത്തെ കഷ്ടപ്പാടിനൊക്കെ ഈ ജിമ്മ് പോയിട്ടുണ്ട്. ജിം ലീഡറെ പറഞ്ഞാൽ 1800 രൂപ ഇതും കിട്ടി, ഡോളറും കിട്ടി. വാട്ട് കിരീടു ഗായ്സ്, കിരീടു ഈസ് ഇവോൾവിങ്. കിരീടം ഇവോൾവ് ആയിരിക്കുന്നു. കിരീടം ഇവോൾവ് into വിഗോറാറ്റിലേക്ക് ഷോക്കൗട്ടിൽ നിന്ന് വിഗോറാറ്റിലേക്ക് ലോങ് വയ്ക്കണം. നമുക്ക് ബാഡ്ജും റിസീവ് ചെയ്യണ്ട. നമുക്ക് എന്തായാലും ബാഡ്ജും റിസീവ് ചെയ്യുന്നുണ്ട്. പിന്നെ HM ഒക്കെ വയ്ക്കുക. പിന്നെ വേറെ എന്താ TM എന്തും കിട്ടിയിട്ടുണ്ട്. എന്താണ് TM? റോക്ക് ടോംബ് TM കിട്ടിയിട്ടുണ്ട്. ഒക്കെ നല്ലൊരു ഇതാണ്, നല്ല ഒരു ഗെയിം. ഇനി നമുക്ക് എന്താണ് ബാക്കി ചെയ്യാനുള്ളത്? നമ്മളപ്പോൾ എന്നിട്ടിപ്പോൾ എന്താ ബാക്കി എന്തൊക്കെയോ അവരെ പിടിച്ചു പോകുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് ആദ്യം അവിടെ പോയി ഹീൽ ചെയ്യണം. എന്നിട്ട് പിന്നെ ടീമാക്കേണ്ട പിന്നാലെ പോകണമെന്ന് തോന്നുന്നു. പക്ഷേ അത് ഈ വീഡിയോയിലായിരിക്കുമെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ അതൊരു 3rd എപ്പിസോഡിലായിരിക്കുമെന്ന് ഞാൻ പറയുന്നു കാര്യം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടീമാക്കാണെങ്കിൽ പിന്നെ പോകണം. പിന്നെ അടുത്ത ജിമ്മിൻ്റെ ഇതൊക്കെ അടുത്തൊരു 3ാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ വരും. അപ്പോൾ ആ എപ്പിസോഡ് നിങ്ങൾ ഇനി വരുന്നവരും അത് നോക്കുന്നവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അതും കൂടാതെ അതിൻ്റെ കൂടെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ബാക്കിയുള്ള നിങ്ങൾക്ക് പറയാം പോക്കിമോൺ കാണുന്ന ഫ്രണ്ട്സ് കുട്ടികൾക്ക് എല്ലാവർക്കും വെച്ച് എന്നെ ഒന്ന് പോപ്പുലർ ആക്കുക. ഇനിയുള്ള വീഡിയോ ഇതുപോലത്തെയുള്ള എല്ലാ വീഡിയോകൾക്കും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ബൈ, സീ യു സൂൺ.